പുതിയൊരു വീക്കെൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ വീട്ടിലേക്ക് പോവുകയാണ്. പോകുന്ന വഴിയിൽ ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ടൊരു കടയിൽ വണ്ടി നിർത്തി. നമുക്ക് വെജിറ്റബിൾസ്, പിന്നെ കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ, പിന്നെ ഫിഷ്, അത് എന്തെങ്കിലും ആവശ്യമുള്ളതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് പോകും. ഇനിയിപ്പോൾ ഒരു അവധിയാണല്ലോ, 2 ദിവസത്തേക്കിന് ഞങ്ങൾ അവധിയാണ്. അതുകൊണ്ട് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങുകയാണ്. അപ്പോൾ എന്ത് വാങ്ങണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പയറൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ മീൻ വാങ്ങിച്ചു. മീനാണെങ്കിൽ എന്ന് വാങ്ങണം എന്നൊരു കൺഫ്യൂഷനാണ്. കട്ട് ചെയ്ത മീനാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ അത് കാരണം വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ അപ്പം തന്നെ കറി വെക്കുകയും ചെയ്തു. അപ്പോൾ നമ്മൾ തലേന്ന് വെക്കുന്ന മീൻ കറിക്ക് അടുത്ത ദിവസം ആകുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ ഇത് അടുത്ത ദിവസമാണ് കാണിക്കുന്നത്. ഞാൻ രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ കുടിക്കുകയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു കട്ടൻ കാപ്പി കുടിച്ചാലൊരു പ്രത്യേക ഒരു എനർജിയാണ്. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് പുട്ടാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പുട്ട് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ പുട്ട് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ്. പിന്നെ കുറച്ച് പുട്ടുപൊടി ബാക്കി ഇരിപ്പുണ്ട്, അപ്പോൾ അത് തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പുട്ടുണ്ടാക്കുന്നത്. പിന്നെ ഞാൻ ചോറ് വയ്ക്കാനുള്ള അരി എടുക്കുകയാണ്. ഞങ്ങൾക്ക് 2 ഗ്ലാസ് അരി മതിയാവും. ഞാൻ വെള്ളം തിളപ്പിച്ചിട്ട് അരി കഴുകിയിട്ട് പിന്നെ അത് നമ്മൾ റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറേ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചയാകുമ്പോഴത്തേക്കിനും എടുത്ത് ഒന്നും കൂടെ തിളപ്പിച്ചിട്ട് നമ്മൾ വറക്കും. അതിനുശേഷം ഞാൻ കറി ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് പയർ തോരനാണ് വെക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഈസിയാണ്, സിമ്പിളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കരിഞ്ഞു വെച്ചു. പിന്നെ ഇന്നലെ വാങ്ങിച്ച കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. ഇന്നലെ കടയിൽ നിന്ന് ഞങ്ങൾ വൻപയർ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ ഒരു കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കുകയാണ്. അപ്പോൾ ഈ കണ്ടെയ്നർ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. പക്ഷേ ഇതൊരു വേസ്റ്റ് പർച്ചേസായിട്ട് മാറി. കാരണം ഇത് നല്ല ടൈറ്റായിട്ട് അടഞ്ഞൊക്കെ ഇരിക്കും. പക്ഷേ ഞങ്ങൾ 1-2 വട്ടം ശ്രദ്ധിച്ചു, ഇതിനകത്ത് ഉറുമ്പൊക്കെ കയറുന്നുണ്ട്, ചെറിയ പ്രാണികളൊക്കെ. കുറേ നാൾ യൂസ് ചെയ്യാതിരിക്കുമ്പോഴാട്ടോ എനിക്ക് തോന്നുന്നു ഇത് ഭയങ്കര ടൈറ്റ്, തുറന്നെടുക്കാനും അടയ്ക്കാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്കൂടെ ഗ്യാപ്പും ഉണ്ട്. കാരണം നിങ്ങൾ അടയ്ക്കുന്നത് ഇപ്പോൾ കണ്ടല്ലോ, അങ്ങനെ ഇത് അടച്ചു വയ്ക്കുന്നത്. അപ്പം ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് അത്. പിന്നെ ഇന്നലെ ആ കടയിൽ നിന്ന് കുറച്ച് കാച്ചിലല്ലോ ചേമ്പ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പുഴുങ്ങി കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാട്ടോ. അപ്പോൾ ഇത് വാങ്ങിയിട്ടുണ്ട്, കുറേ നാളായി കഴിച്ചിട്ട്. അങ്ങനെ ഞാൻ ആ വൻപയറൊക്കെ എടുത്ത് വെച്ചു. ഇതുപോലത്തെ ഒരു സെറ്റ് പാത്രങ്ങളാണ് വാങ്ങിയത്. പക്ഷേ ഇത് അത്ര ഞാൻ റെക്കമെൻഡ് ആർക്കും ചെയ്യുന്നില്ല ഇപ്പോൾ. പിന്നെ ഞാൻ വാങ്ങിയത് ആരോറൂട്ടിൻ്റെ ബിസ്ക്കറ്റ്, നല്ലെണ്ണ, പിന്നെ ഈ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിക്ക് എന്തായാലും വില, പക്ഷേ നമുക്ക് ആവശ്യമുള്ള സാധനം ആയതുകൊണ്ട് വാങ്ങാതിരിക്കാനും പറ്റില്ല. പിന്നെ ഈ ഒരു പഴം വാങ്ങി, കാരണം ഇന്നലെ തന്നെ ഡിസൈഡ് ചെയ്തു നാളെ പുട്ടുണ്ടാക്കാം, പഴം അതിനോട് കഴിക്കാമെന്നൊക്കെ. പിന്നെ പച്ചക്കറിയായിട്ട് നമ്മൾ വാങ്ങിയിട്ടുള്ളതാണ് ഇതൊക്കെ, അതും കൂടെ ഞാൻ എടുത്ത് വയ്ക്കുകയാണ്. തക്കാളി വാങ്ങിയിട്ടുണ്ട്, പിന്നെ ക്യാരറ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കുകയാണ്. അപ്പോൾ എനിക്ക് പുട്ടിൻ്റെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ മീൻകറി ആട്ടോ എടുക്കുന്നത്. മീൻകറി ഇന്നലെ ഞങ്ങൾ വൈകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കങ്ങനെ മീൻകറി പുട്ടിനൂടെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനതാണ് കഴിക്കുന്നത്. അങ്ങനെ ഇതൊക്കെ എടുത്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഇതൊരു ചെടി വയ്ക്കുന്ന പോട്ടാണ്. അതിൽ കുറച്ചല്ല, ഇതിൽ ഈ ചെടി ഒന്നും കൂടെ ഒന്ന് എടുത്ത് വെക്കണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മുടെ മൂങ്ങാക്കുട്ടനെ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാൻ ബാക്കി കുറച്ചുകൂടെ ഈ പയർ അരിയാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് അരിയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം തോരൻ വയ്ക്കാനായിട്ട്. എനിക്ക് പയറിൻ്റെ തോരൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനായിട്ട്. ഈ പയർ തോരനും ഇഷ്ടമാണ്, എനിക്ക് അതിനേക്കാളും മെഴുക്കുവരട്ടി ഇഷ്ടം. അങ്ങനെ ഞാൻ ചോറ് റൈസ് കുക്കറിൽ വെച്ചു കേട്ടോ. ഇപ്പോൾ അങ്ങനെ നമ്മളിതെല്ലാം അരിഞ്ഞ് നല്ല സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ തന്നെയാണോ നിങ്ങൾ അരിയുന്നത്? ഞാനിങ്ങനെ ആട്ടോ അരിയുന്നത്. പിന്നെ എനിക്ക് പച്ചമുളകൊക്കെ വേണമല്ലോ. അപ്പം ഞാൻ നമ്മുടെ മുറ്റത്തിറങ്ങിയിട്ട് അവിടെ നമ്മൾ കാന്താരിയൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ട്. അപ്പോൾ കാന്താരി, കറിവേപ്പില, ഇതൊക്കെ നമ്മുടെ പറമ്പിൽ തന്നെ ഉണ്ട്. അതൊക്കെ ഞാൻ എടുക്കുകയാണ്. ഇത് മതിയാവില്ല, ഇതാ നല്ല എരിവും ഉണ്ട് കേട്ടോ ഈ മുളകിന്. അങ്ങനെ ഞാൻ ആവശ്യമുള്ള മുളകും പിന്നെ കറിവേപ്പിലയൊക്കെ പറിച്ചു. അങ്ങനെ വന്നപ്പോഴാണ് ഇന്നത്തെ രാവിലെ തന്നെ ഈ ഒരു ഗസ്റ്റ് എന്ന് പറയാമല്ലേ, നമ്മുടെ ഇന്നത്തെ ഗാർഡനിൽ അതിഥിയാണ് അവനെയും കണ്ടു.
പിന്നെ ഞാൻ തേങ്ങ ചിരകാണ്. തേങ്ങ ചിരകുന്നു. പിന്നെ അതിനകത്ത് നമ്മൾ പച്ചമുളക്, വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, ജീരകം, മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട്. അപ്പോൾ അങ്ങനെ ക്രഷ് ചെയ്തെടുക്കും. പിന്നെ നമ്മൾ എല്ലാവർക്കും അറിയാമല്ലോ തോരൻ ഉണ്ടാക്കാനായിട്ട്. അപ്പം അങ്ങനെ ജസ്റ്റ് ക്രഷ് ചെയ്താൽ മതി. ഞാൻ മിക്കവാറും ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് അങ്ങ് അരച്ചെടുക്കാറുണ്ട്. അങ്ങനെ വേണ്ട. പിന്നെ ഞാൻ കുറച്ച് ചുവന്നുള്ളി പിന്നെ കറിവേപ്പിലയൊക്കെ ഇവിടെ ഇങ്ങനെ എടുത്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾക്ക് കടുക് വറുക്കാൻ വേണ്ടി അപ്പം ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അങ്ങനെ ഞാൻ ചീനച്ചട്ടിയൊക്കെ വെച്ചിട്ട് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ചു. ഇച്ചിരി കൂടിപ്പോയി കടുക്. പിന്നെ ആ സാധനങ്ങളൊക്കെ ഇട്ട് കേട്ടോ, കറിവേപ്പില, ചുവന്നുള്ളി, പിന്നെ വറ്റൽമുളക്, പിന്നെ അരപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമ്മുടെ പയറും കൂടെ അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. പിന്നെ ഞാൻ ഉപ്പ് ചേർക്കാണ്. ഇത് കഴിഞ്ഞിട്ട് ഉപ്പ് ചേർക്കുന്നത്. അരപ്പിൻ്റെ കൂടെ ചേർക്കണോ അല്ലാതെ ഇതിൻ്റെ കൂടെ ചേർക്കണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാനെന്തായാലും ഇപ്പോഴാണ് ചേർത്ത്. അങ്ങനെ നന്നായിട്ട് ഇളക്കി നമ്മൾ അടപ്പ് വെച്ചിട്ട് അടച്ച് വെച്ച് അങ്ങനെ വേവിച്ചെടുത്താൽ മതി. നല്ല ടേസ്റ്റാണ്. പിന്നെ ഉച്ചക്കത്തെ കറി അറിയാമല്ലോ, നമ്മുടെ മീൻകറി റെഡിയാണ്. പിന്നെ ഒരു മോരും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മീൻകറി ആണെങ്കിൽ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോവാണ്. കുറച്ച് ലേറ്റായിപ്പോയി കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇന്നലെ വാങ്ങിയതാണ് ഈ ഒരു പഴം കേക്ക്. ഇതും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാൻ പുട്ടും പിന്നെ പഴം കേക്കും പിന്നെ മീൻകറിയും കൂട്ടി കഴിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.